Yes, good morning children. Let's start our EVS class. Last class we studied about objects with the definite shape and some objects without shape. We studied and also we studied a stone has shape and size. Then we learned all objects of weight we learned, and also we learned flowing water has power. Then we learned വാട്ടർ ആൻഡ് ഫ്രണ്ട്സ് സിമിലർ ടു ഇറ്റ്സ് ആർ ലിക്വിഡ്സ്. വെള്ളവും വെള്ളത്തിൻ്റെ കൂട്ടുകാരും ഏതവസ്ഥയിൽ ലിക്വിഡ് അവസ്ഥ. സിമിലർ ടു ഇറ്റ് ആർ ലിക്വിഡ്സ്. ഓക്കെ, ടുഡേ വി ആർ സ്റ്റഡിങ് അബൌട്ട് ചേഞ്ചിങ് സ്റ്റേറ്റ്. ടേക്ക് സം വാട്ടർ ഇൻ എ വെസൽ ആൻഡ് ഹീറ്റ് ഇറ്റ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കുക. ഡോണ്ട് യു സീ വാട്ടർ വേപ്പർ റൈസിങ് അപ്പ്. വെള്ളം ചൂടാക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും? വാട്ടർ വേപ്പർ ഇങ്ങനെ പൊങ്ങുന്ന നമുക്ക് കാണാൻ പറ്റും. നീരാവി പൊങ്ങുന്ന കാണാൻ പറ്റും. നൗ ടേക്ക് എ ഫ്ലാറ്റ് വെസൽ വിത്ത് വാട്ടർ ഇൻ ഇറ്റ് ആൻഡ് ഹോൾഡ് ഇറ്റ് ഓവർ ദ റൈസിങ് വാട്ടർ വേപ്പർ. നിങ്ങൾ ഈ ഉയർന്നു പോകുന്ന നീരാവിക്ക് മുകളിൽ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഈ നീരാവിയുടെ മുകളിൽ പിടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഡു യു സീ അറ്റ് ദ ബേസ് ഓഫ് ദ വെസൽ. ഈ പാത്രത്തിനടി നമുക്ക് എന്ത് കാണാൻ പറ്റും? വെള്ളം കാണാൻ പറ്റും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ട് എങ്ങനെ വരുന്നത്? കാരണം ഈ വാട്ടർ വേപ്പർ തണുത്ത് കഴിയുമ്പോൾ വെള്ളമായി മാറുന്നു. അതാണ് അങ്ങനെ പാത്രത്തിന് അടി വെള്ളം കണ്ടത്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് അതർ ഇൻസ്റ്റൻസ് വെൻ വാട്ടർ വേപ്പർ കൂൾസ് ഇൻ ടു വാട്ടർ ലൈക്ക് ദിസ്? വേറെ ഏതെങ്കിലും ഇൻസ്റ്റൻസ് പറയാൻ സാധിക്കുമോ? യെസ്, നമുക്കറിയാം വാട്ടർ ബോഡീസിലൊക്കെയുള്ള വെള്ളം സൂര്യനെ ചൂട് കൊണ്ട് എന്താവും? ആവിയായിട്ട് മേൽപോട്ട് പോകും. അതിന് ശേഷം എന്താവും? അത് ക്ലൗഡായി മാറും, മേഘമായി മാറും. പിന്നെ എന്ത് ചെയ്യും? ഈ ക്ലൗഡ് എന്തായും? ഈ മേഘം തണുത്ത് കഴിയുമ്പോൾ എന്തായി മാറും? വാട്ടർ ഡ്രോപ്സ്, വെള്ളത്തുള്ളികളായിട്ട് താഴേക്ക് വരും. വെള്ളത്തുള്ളികൾ താഴേക്ക് വന്ന് മഴയായി വരും. ബിക്കം വാട്ടർ ഡ്രോപ്സ് ആൻഡ് ഫോൾ ഡൗൺ ആസ് റെയിൻ. മഴയായി താഴേക്ക് വരും. മനസ്സിലായില്ലേ? ഓക്കെ, വാട്ടർ വേപ്പർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വെൻ ഇറ്റ് കൂൾസ്. ഓക്കെ, വാട്ടർ വേപ്പർ തണുത്ത് കഴിയുമ്പോൾ അത് വെള്ളമായി മാറും. വാട്ട് വിൽ ഹാപ്പൻ ടു വാട്ടർ വെൻ ഇറ്റ് ഈസ് കൂൾഡ് ഫർദർ? വീണ്ടും നമ്മൾ ഈ വെള്ളം തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ഐസായി മാറും. ഓക്കെ, നമുക്ക് നോക്കാം ചേഞ്ചിങ് ഓഫ് വാട്ടർ, ചേഞ്ചസ് ഓഫ് വാട്ടർ നോക്കാം. വാട്ടർ വേപ്പർ തണുത്ത് കഴിയുമ്പോൾ വെള്ളമാകും. വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാലോ ഐസാകും. ഈ ഐസ് ചൂടായാലോ വെള്ളമാകും. വെള്ളം വീണ്ടും ചൂടാക്കിയാലോ വാട്ടർ വേപ്പറാകും. കണ്ടല്ലോ ചേഞ്ചസ് ഓഫ് വാട്ടർ. കണ്ടില്ലേ നിങ്ങൾ? വെള്ളത്തിൻ്റെ ചേഞ്ചസ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? വാട്ടർ ഇൻ എയർ ടു, വാട്ടർ ഇൻ എയർ ടു. അന്തരീക്ഷത്തിലും വെള്ളമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, നെക്സ്റ്റ് പേജ്. പേജ് കണ്ടോ നിങ്ങൾ? അവിടെയാണ് ചേഞ്ചസ് ഓഫ് വാട്ടർ. കണ്ടോ? പിന്നെ നോക്കിയേ, വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? വാട്ടർ വേപ്പർ തണുത്ത് കഴിയുമ്പം വെള്ളമാവും. വെള്ളത്തെ നല്ലപോലെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസാകും. ഐസിനെ ചൂടാക്കി കഴിയുമ്പോൾ വീണ്ടും വെള്ളവും. വെള്ളം വീണ്ടും ചൂടാക്കി വാട്ടർ വേപ്പറാകും. അതാണ് ചേഞ്ചസ് ഓഫ് വാട്ടർ. നമ്മൾ പഠിക്കാൻ പോകുന്നതിന് വാട്ടർ ഇൻ എയർ ടു, അന്തരീക്ഷത്തിലും വെള്ളമുണ്ടെന്ന്, വായുവിലും വെള്ളമുണ്ടെന്ന് നമുക്ക് നോക്കാം. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഗ്ലാസ് ടംബ്ലർ എടുക്കുക. ഒരു ഗ്ലാസ് എടുക്കുക. ഓക്കെ, ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ. അതിനകത്തൊന്നും വേണ്ട, നിങ്ങൾ ഗ്ലാസ് ടംബ്ലർ എടുക്കുക. അതിന് ശേഷം പുട്ട് സം ഐസ് പീസസ് ഇൻ ടു ഇറ്റ്. ഒരു ഐസും കട്ട അതിൻ്റെ അകത്ത് ഇടുക. ഐസ് കട്ട എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടണം. അപ്പം നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും നോക്കാമല്ലോ. പിന്നെ ഒബ്സർവ് ദ ഔട്ടർ സൈഡ് ഓഫ് ദ ഗ്ലാസ്. ഗ്ലാസിൻ്റെ പുറം ഭാഗം നോക്കുക. വാട്ട് ഡു യു സീ? നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? ഫ്രം വേർ ഡിഡ് ദ ഡ്രോപ്സ് ഓഫ് വാട്ടർ കം? എവിടെ നിന്നാണ് വെള്ളത്തുള്ളി ഗ്ലാസിൻ്റെ പുറത്ത് വന്നത്? ദെയർ വാസ് ഓൺലി എയർ അറൗണ്ട് ഗ്ലാസ് ടംബ്ലർ. അവിടെ ഗ്ലാസിൻ്റെ പുറത്ത് എയർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇഫ് സോ, അങ്ങനെയെങ്കിൽ ഹൗ ഡിഡ് ദ വാട്ടർ ഡ്രോപ്സ് ഫ്രം? അപ്പോൾ വെള്ളത്തുള്ളികൾ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? പറയാൻ പറ്റുമോ? ഇല്ല. എന്നാ പറയാം, വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ ഗെറ്റ്സ് കണ്ടൻസ്ഡ് ആൻഡ് കോസിങ് ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്സ്. ഈ അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ എന്തായി? ഗെറ്റ്സ് കണ്ടൻസ്ഡ്. ഈ വാട്ടർ വേപ്പർ എന്തായി മാറി? തണുത്ത് അത് വീണ്ടും ജലമായി. അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ തണുത്ത് അത് വീണ്ടും എന്തായി മാറി? ജലമായി. ഓക്കെ,
അത് വെള്ളമായി മാറി. ഒന്നുകൂടെ മിസ് വായിച്ചു തരാം. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ, പുട്ട് സം ഐസ് പീസസ് ഇൻ ടു ഇറ്റ്, ഒബ്സർവ് ദ ഔട്ടർ സൈഡ് ഓഫ് ദ ഗ്ലാസ്. വാട്ട് ഡു യു സീ? ഫ്രം വേർ ഡിഡ് ദ ഡ്രോപ്സ് ഓഫ് വാട്ടർ കം? There was only air around the glass tumbler. If so, how did the water drops from? നമ്മളൊരു ഗ്ലാസ് എടുക്കുക, അതിനകത്ത് ഐസ് കട്ട ഇടുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്ലാസിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഗ്ലാസിൻ്റെ പുറത്ത് വായുവെല്ലാം ഉണ്ട്, എയറെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ സംഭവിച്ചു? ഈ അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ എന്തായി? ഈ തണുത്ത ഐസ് കട്ടയായിട്ട് അതിൻ്റെ തണുപ്പ് കൊണ്ട് അതായി ഗ്ലാസ്സിലുള്ള തണുപ്പ് കൊണ്ട് എന്ത് സംഭവിച്ചു? അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ തണുത്ത് അത് വെള്ളമായി മാറി. അതാണ് ഗ്ലാസിൻ്റെ പുറത്തൂടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളം. ഓക്കെ, വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ ഗെറ്റ്സ് കണ്ടൻസ്ഡ് ആൻഡ് കോസിങ് ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്സ്. മനസ്സിലായി നിങ്ങൾക്ക്? ഈ വാട്ടർ വേപ്പർ തണുത്ത് പിന്നെ അത് വെള്ളമായി. അതിന് കാരണം അതാണ്, വാട്ടർ വേപ്പർ എയർ പ്രസൻ്റ് ആയിരുന്നു, അത് തണുത്തപ്പോൾ എന്തായി മാറി? ജലബാഷ്പമായി മാറി, വാട്ടർ ഡ്രോപ്സായി മാറി. ഓക്കെ, ഫ്രണ്ട്സ് ഓഫ് സ്റ്റോൺ, കല്ലിൻ്റെ കൂട്ടുകാരായിരിക്കും നമുക്ക് നോക്കാമല്ലോ. വി ലേൺ ദാറ്റ് എ സ്റ്റോൺ ഹാസ് ഡെഫിനറ്റ് ഷേപ്പ്, സൈസ് ആൻഡ് വെയിറ്റ്. നമുക്കറിയാം കല്ലിന് കൃത്യമായ ഷേപ്പുണ്ട്, സൈസുണ്ട്, വെയിറ്റ് ഉണ്ട്. ലിക്വിഡ്സ് ക്യാൻ ബി ടേക്കൺ ഓൺലി ഇൻ എ വെസൽ. പക്ഷേ ലിക്വിഡ്സ് നമുക്ക് പാത്രത്തിൽ മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. ലിക്വിഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏത് പാത്രത്തിൽ ഒഴിക്കുന്ന ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡിൻ്റെ ഷേപ്പ്. ബട്ട് വാട്ട് അബൌട്ട് സ്റ്റോൺ, എ പീസ് ഓഫ് വുഡ് എക്സെട്ര? പക്ഷെ അത് കല്ലും തടികളും ഒക്കെ അങ്ങനെയാണോ? അല്ല, അതിന് ഷേപ്പും സൈസും എല്ലാം ഉണ്ട്, ഇല്ലേ? പക്ഷേ ലിക്വിഡ് അങ്ങനെയല്ല. ലിക്വിഡ് നമ്മൾ ഏത് പാത്രത്തിൽ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡിൻ്റെ ഷേപ്പ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് സ്റ്റോൺ? കല്ലും മരക്കഷ്ണമൊക്കെ തമ്മിലുള്ള, കല്ലും വെള്ളവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കല്ല്, തടി, വെള്ളം, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്? സ്റ്റോൺ, പീസ് ഓഫ് വുഡ് എക്സെട്ര സോളിഡ്. കല്ലും തടിക്കഷ്ണമൊക്കെ സോളിഡാണ്. പക്ഷെങ്കിൽ വെള്ളം അത് ലിക്വിഡാണ്. ക്യാൻ യു നെയിം സം അതർ സോളിഡ്സ്? റൈറ്റ് ഡൗൺ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. പിന്നെ ചോക്ക് പീസ്, പേന, ബുക്ക്, ഇതൊക്കെ സോളിഡാണ്. ഓക്കെ, കല്ല്, തടി, ഇത് എല്ലാം, ബുക്ക്, പിന്നെ ബാഗ്, മേശ, കസേര, ഇതെല്ലാം എന്താണ്? സോളിഡാണ്. അതേസമയം വെള്ളം, പെട്രോൾ, ഡീസൽ, മിൽക്ക്, ഇതെല്ലാം എന്താ? ലിക്വിഡാണ്. ഓക്കെ, ക്യാൻ യു നെയിം സം അതർ സോളിഡ്സ്? റൈറ്റ് ഡൗൺ ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. സോളിഡിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് എന്താണ്? സോളിഡ് എന്ന് പറഞ്ഞാൽ സോളിഡ് നീഡ് സ്പേസ്, ഓക്യുപ്പൈ സ്പേസ്, ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് വെയിറ്റ്. ഇറ്റ് നീഡ് സ്പേസ് ടു സ്പേസ്, ഇറ്റ് നീഡ് സ്പേസ് then ഇറ്റ് ഹാസ് വെയിറ്റ്. പിന്നെ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. പിന്നെ സോളിഡ് കനോട്ട് ഫ്ലോ, സോളിഡ് ഒഴുകുകയില്ല, സോളിഡിന് ഒഴുകാൻ സാധ്യമല്ല. പിന്നെ എന്തുണ്ട്? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെയോ? പിന്നെ എന്താണ്? നെക്സ്റ്റ് പേജ് നമുക്ക് എടുക്കാമല്ലോ. പേജ് നമ്പർ 76 എടുക്കാം നമുക്കല്ലേ. നെക്സ്റ്റ് പേജ് 76, പേജ് നമ്പർ 76. ഓക്കെ, ടേക്ക് നൗ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് സോളിഡ് ഫ്രം ലിക്വിഡ്സ്? What are the properties that differentiate solid from liquid? സോളിഡിനും ലിക്വിഡിനും തമ്മിൽ വ്യത്യാസം എന്താണ് വ്യത്യാസങ്ങൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പിന്നെ അതുപോലെ തന്നെ അത് തമ്മിൽ എന്തെല്ലാം സിമിലാരിറ്റീസ് ഉണ്ട്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് സോളിഡ്സ് ഫ്രം ലിക്വിഡ്സ്? ദെൻ വാട്ട് സിമിലാരിറ്റീസ് ഡു ദേ ഹാവ്? അതിൻ്റെ സിമിലാരിറ്റി എന്താണ്? സോളിഡിന് ലിക്വിഡ് നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. സോളിഡിന് സ്ഥലം വേണം, ലിക്വിഡിന് സ്ഥലം വേണം. പിന്നെ എന്താണ്? സോളിഡ് ഹാവ് വെയിറ്റ്,
ലിക്വിഡ് ഓൾസോ ഹാവ് വെയിറ്റ്. സോളിഡിനും ലിക്വിഡിനും വെയിറ്റ് ഉണ്ട്. ദെൻ പിന്നെ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. പക്ഷെ ഇത് വ്യത്യാസം എന്തെല്ലാം ഉണ്ട്? സോളിഡ്സ് കനോട്ട് ഫ്ലോ ബട്ട് ലിക്വിഡ് ക്യാൻ ഫ്ലോ. ഓക്കെ. ദെൻ സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ലിക്വിഡ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡിന് ഷേപ്പില്ല, സോളിഡിന് ഷേപ്പുണ്ട്. പിന്നെ ലിക്വിഡിന് ഒഴുകാൻ പറ്റിയ സോളിഡ് കനോട്ട് ഫ്ലോ ബട്ട് ലിക്വിഡ് കുഡ് ഫ്ലോ. പിന്നെ ഒരേ സ്വഭാവം എന്തെല്ലാമാണ്? സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിന് സ്പേസ് ടു ഓക്യുപ്പൈ. രണ്ടിനും സ്ഥലം വേണം അല്ലേ? രണ്ടിനും വെയിറ്റും ഉണ്ട്. അതാണ് അതിൻ്റെ പൊതു സ്വഭാവം. അതൊക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി ഫീച്ചേഴ്സ് ഓഫ് എയർ. വായുവിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് എയർ നമുക്ക് നോക്കാം എന്താ അവിടെ ഉള്ളതെന്ന്. എല്ലാവരും നോക്കാം. പേജ് എടുത്തല്ലോ നമ്മൾ. പേജ് നമ്പർ